ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ശാന്തകുമാരി കുവൈറ്റാണ്. ഞാനിപ്പോൾ പറയാൻ വന്നത് ഈ അഖിൽ മാരാറുണ്ടല്ലോ, നമ്മുടെ ഈ ബിഗ് ബോസിൽ വന്ന അഖിൽ മാരാർ. ഈ അഖിൽ മാരാർ ഈ ബോച്ചയെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് സംസാരിച്ചത്? ആണുങ്ങളാകുമ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളോട് ചിലപ്പോൾ മോശമായിട്ട് വല്ലതും പറഞ്ഞു എന്നിരിക്കും. അയാൾ ഡബിൾ മീനിങ് പറയുന്നു. ഞാനും ചെറുപ്പത്തിൽ ഡബിൾ മീനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് രസിക്കാൻ കുറേ ആൾക്കാരുണ്ടായിട്ടുമുണ്ട്. പക്ഷേ ബോബി ചമ്മണ്ണൂർ പറഞ്ഞത് കാശ് കൊടുത്ത് പറയുന്നു, ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. ഇത്രമാത്രമേ ഇതിൽ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ അഖിൽ മാരാർ ഈ ബോബി ചെമ്മണ്ണൂർ ചെയ്യും പോലെയുള്ള ഉപകാരങ്ങൾ മൂപ്പര് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തെറ്റിന് തെറ്റാണെന്ന് തന്നെ പറയണം അഖിൽ മാരാർ. അല്ലാതെ തെറ്റുള്ളവരെ പോയിട്ട് അടിയിൽ താങ്ങിയിട്ട് ബോബി ചെമ്മണ്ണൂരിനെ പറയാൻ എന്താ ഉള്ളത്? അയാളിൻ്റെ പിന്നിലുള്ള ജനങ്ങളും അയാളിൻ്റെ സ്വത്തുകളും കോടികളും അയാളിൻ്റെ കയ്യിലുള്ള പണവും ഇതൊക്കെ കളി വേറെയാണ്. അഖിൽ മാരാറിന് ഇതൊന്നും അറിയില്ലേ? ഇത് സിനിമാ നടി പോയി പറയുമ്പോഴത്തേനും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണപക്ഷം കേസെടുക്കണോ, കൊണ്ടുപോകണോ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണ. ഇതിലും കുറേ പാവപ്പെട്ട പെണ്ണുങ്ങളിലേക്ക് ഇതിന് മുമ്പും ഇതുപോലെയൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എവിടെയായിരുന്നു ഈ ഭരണപക്ഷത്തിലുള്ള ആൾക്കാർ? അന്ന് അഖിൽ മാരാരുണ്ടായിരുന്നില്ലേ ഇത് പറയാൻ? ഇന്നിപ്പോൾ അഖിൽ മാരാർ വന്നിട്ട് ഈ അവളുടെ ഇതും താങ്ങിക്കൊണ്ട് നടക്കുന്നത്. എന്നിട്ട് ബോച്ചൻ്റെ കരണക്കുറ്റിക്കൊന്ന് കൊടുക്കണമെന്ന് പറയാൻ. മറ്റുള്ളവരെ പറയുമ്പോൾ അവരിലുള്ള കുറ്റവും കൂടി അഖിൽ മാരാർ പറയണമായിരുന്നു. അല്ലാതെ അത് പറയാതെ ബോച്ചൻ്റെ ചെകിടക്കുറ്റിക്ക് ഒന്ന് കൊടുക്കണമെന്ന് പറയാൻ അഖിൽ മാരാരിനല്ല, നമ്മുടെ കേരളത്തിൽ നിന്നല്ല, നമ്മുടെ എവിടെയും അയാളെ പറയാൻ ഒരു അർഹതയുമില്ല. അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയാൾ എന്തെങ്കിലും സ്ത്രീകളെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളിൻ്റെ കാശും പണവും കണ്ട് ആൾക്കാർ അയാളുടെ പിന്നാലെ പോയതുകൊണ്ടാണ്. ഒരു പെണ്ണ് വിചാരിക്കാതെ ഒരു ആണിന് ഒരിക്കലും ഒരു പെണ്ണിനെ സ്പർശിക്കാനോ പറയാനോ പറ്റില്ല. അപ്പോൾ അയാൾ പറയുന്നതെല്ലാം ഇളിച്ച് കേട്ടുകൊണ്ട് എല്ലാ സുഖങ്ങളും അതിൽ നിന്ന് അനുഭവിച്ചുകൊണ്ട്, പൈസ കൊണ്ട്, സ്വർണം കൊണ്ട് എല്ലാം അനുഭവിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അത് നടക്കാതാകുമ്പോൾ ഈ ആണുങ്ങളെ കുറ്റം പറയുന്ന പെണ്ണുങ്ങളെയും അയാളെ മോശമായി സംസാരിക്കുന്ന ആണുങ്ങളെയും ഞാൻ അംഗീകരിക്കില്ല. ആ മനുഷ്യൻ ഒരുപാട് ഉപകാരങ്ങൾ ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അയാൾ കള്ളപ്പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കള്ളക്കണക്ക് എഴുതുന്നുണ്ടെങ്കിൽ അത് അയാളിനെ നിയമം നോക്കിക്കോളും. അതിന് നമ്മൾക്ക് പറയേണ്ട ആവശ്യമില്ല. അയാൾ ചെയ്യുന്ന തെറ്റുകൾ തെറ്റാണെങ്കിൽ അത് നിയമം നോക്കിക്കോട്ടെ. എൻ്റെ ഒറ്റ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഉദ്ഘാടനത്തിന് വിളിച്ച് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ പിന്നീട് അയാൾ ഉദ്ഘാടനത്തിൽ വിളിക്കുമ്പോൾ പോകാൻ പാടില്ലായിരുന്നു. ഇത് എത്രയോ പ്രാവശ്യം പോയി കഴിഞ്ഞ് പെണ്ണുങ്ങളെല്ലാവരും ഇതുപോലെയുള്ള സെലിബ്രിറ്റികൾ പോയി ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി അവരുടെ എല്ലാം നേടിക്കഴിയുമ്പോൾ അവരെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. ഭരണപക്ഷവും എല്ലാ ആൾക്കാരും ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇത് ബോച്ച ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് അതിന് ആൾക്കാർ കുറേ അയാളുടെ കയ്യിൽ നിന്ന് പണം കിട്ടാത്ത കുറേ പേര് അയാളിനെ ഇത് പറഞ്ഞ് ഇതിലൊന്നും ഞാൻ തെറ്റായി കാണുന്നില്ല. കാരണം ഞാൻ വയസ്സായാലും അതുപോലെയുള്ള നടന്നു കഴിഞ്ഞ ആൾക്കാർ എൻ്റെ അടുത്തും പറയും. അത് സ്വാഭാവികമല്ലേ? അപ്പോൾ അഖിൽ മാരാർ അത് പറഞ്ഞത് തെറ്റാണ്, അത് ശരിയല്ല പറഞ്ഞത്. അയാളിനെ അടിക്കാൻ ഒരു മനുഷ്യനെ നമ്മൾ പോയിട്ട് അത് ചെയ്തതാണോ ചെയ്തതല്ലയോ എന്ന് അറിയുന്നതിന് മുൻപ് അയാളെ അടിക്കണം, ചെകിടക്കുറ്റിക്ക് അടിക്കണം എന്ന് പറഞ്ഞത് അഖിൽ മാരാർ തെറ്റാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇത് നാളെ തിരിച്ചും വരാം. എൻ്റെ ഒറ്റ ഒരു ചോദ്യത്തിന് മാത്രം അഖിൽ മാരാർ ഒരു ഉത്തരം തന്നാൽ മതി. ഞാൻ അഖിൽ മാരാരിൻ്റെ അടുത്തേക്ക് വരുന്നു, ഒരു സഹായം ചോദിച്ച് വരുന്നു, ഇല്ലേ അഖിൽ മാരാർ എന്തിനെങ്കിലും എന്നെ വിളിച്ചെങ്കിൽ ഞാൻ വന്നാൽ അഖിൽ മാരാർ എന്നോട് തെറ്റായിട്ട് പറയുകയോ തെറ്റായിട്ട് ചെയ്യുകയോ ചെയ്താൽ ഞാൻ അഖിൽ മാരാരിനെ ചെകിടത്തൊരടി അടിക്കും. എന്നിട്ട് നിൻ്റെ പണവും വേണ്ട, നിൻ്റെ സ്വീകരണവും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി വരും. പിന്നീട് ഒരിക്കലും ഞാൻ അഖിൽ മാരാരിൻ്റെ അടുത്തേക്ക് വരില്ല. അതാണ് ഒരു സ്ത്രീയുടെ ധർമ്മം. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട്
ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന് അഖിൽമാരാർ കൂട്ടു നിൽക്കുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.